നെക്സ്റ്റ് ക്ലിനിക്കൽ ഫാർമസിന്റെ ഒരു MCQ-ലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ കവറായി വരുന്നുണ്ട്. DSBM കംപ്ലീറ്റ് ആയി, ഫാർമസ്യൂട്ടിക്സ്, അതേപോലെ ജൂറിസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിനിക്കൽ ഫാർമസിന്റെ ഒരു ഏരിയ വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് തന്നെ ഏകദേശം ഓരോ ഡ്രഗ്, അതിന്റെ ക്ലാസ്, ഡിസീസസ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് കോൺസെൻട്രേഷനിലാണ്, മേജർ ആയിട്ട് വരുന്ന അഡ്വേഴ്സ് റിയാക്ഷൻസ്, ഇതൊക്കെ MCQs വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. സോ clinical pharmacy MCQ-ലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the concentration of creatinine in the serum is used as a marker of. So creatinine, urea ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ക്രിയാറ്റിനിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തൊരു മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. സോ ലിവർ ഫംഗ്ഷൻ ഉണ്ട്, റീനൽ ഫംഗ്ഷൻ ഉണ്ട്, പാൻക്രിയാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ലങ് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. സോ ലിവർ ഫംഗ്ഷൻ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന SGOT, SDPT അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ലിവറിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയുണ്ട് നമുക്കറിയാൻ സാധിക്കും. പാൻക്രിയാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ പാൻക്രിയാറ്റിക് എൻസൈംസിനെ അനലൈസ് ചെയ്താൽ മതിയാവും. ലങ് ഫംഗ്ഷൻ ആണെങ്കിൽ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ മതി. അവിടെ തന്നെ ഡിഫറെന്റ് ലങ് വോളിയൂംസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. സോ കിഡ്നിയുടെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ക്രിയാറ്റിൻ, അതേപോലെ യൂറിയ ആൻഡ് ഈസ് ഓൾസോ എ മാർക്കർ ഫോർ ഫൈൻഡിങ് കിഡ്നി ഫംഗ്ഷൻ. നെക്സ്റ്റ്, the level of albumin present in urine is an indicator of. യൂഷ്വലി നമ്മുടെ യൂറിനകത്ത് ആൽബുമിൻ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആൽബുമിൻ ഒരു ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ആൽബുമിൻ കൂടുതലായിട്ട് നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോട്ടീനൂറിയ എന്ന കണ്ടീഷനും കൂടെ സസ്പെക്ട് ചെയ്യേണ്ടി വരും. സോ ദ ലെവൽ ഓഫ് ആൽബുമിൻ പ്രസന്റ് ഇൻ യൂറിൻ ഇസ് ഇൻഡിക്കേറ്റഡ് ആസ് എ കിഡ്നി ഡാമേജ്. ഓക്കെ. തേർഡ് വൺ, ഡ്രഗ് റിമൂവൽ during dialysis depends primarily on all the following except. അപ്പം ഡ്രഗ് യൂഷ്വലി ഡയാലിസിന്റെ സമയത്ത് നമ്മളുടെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാറുണ്ട് അല്ലെ. സോ നമ്മുടെ ബ്ലഡിനകത്തുള്ള എല്ലാ ടോക്സിക് മെറ്റീരിയൽസിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്ത് മാറ്റും? ഡയാലിസിസ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബ്ലഡിന് തിരിച്ച് ബോഡിയിലേക്ക് പെർഫ്യൂസ് ചെയ്യിക്കുന്നത്. ചോദ്യം, ഡയാലിസിസ് ചെയ്യുമ്പോൾ ഡ്രഗ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ നാല് ഓപ്ഷന്റെ അകത്ത് ഏതോ ഒരു ഓപ്ഷൻ ഒഴികെയുള്ള ബാക്കി നാലും നമ്മൾ കൺസിഡർ ചെയ്യും. ആ എക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. മോളിക്കുലാർ സൈസ് കൺസിഡർ ചെയ്യും അല്ലെ. ഡയാലിസിന് സഡൻ സൈസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മോളിക്കുലാർ സൈസ് പ്രധാനമാണ്. പ്രോട്ടീൻ ബൈൻഡിങ് പ്രധാനമാണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനും ഇമ്പോർട്ടന്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഡ്രഗ് സോളിബിലിറ്റി. ഡ്രഗിന്റെ സോളിബിലിറ്റി മാത്രമാണ് ഡയാലിസിസിലെ ഡ്രഗ് റിമൂവലിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഹൈലി പ്രോട്ടീൻ ബൗണ്ട് എന്നാണ് ചോദ്യം. പ്രോട്ടീനോട് നന്നായി ബൗണ്ട് ചെയ്താൽ മാത്രമേ ഡ്രഗ് ബോഡിയിൽ ഡിസ്ട്രിബ്യൂഷനും ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ ഡ്രഗ് വിച്ച് ഇസ് ഹാവിങ് എ ഹൈ പ്രോട്ടീൻ ബൗണ്ട് എന്നുള്ളത് ചോദ്യം. ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ഫെനറ്റോയിൻ ഉണ്ട്, വാർഫാരിൻ ഉണ്ട്, ഡിഗോക്സിൻ ഉണ്ട്, ഓൾ ഓഫ് ദി എബവ് ഉണ്ട്. ഉത്തരം ഇവയെല്ലാം തന്നെ ഫെനറ്റോയിനും വാർഫാരിനും ഡിഗോക്സിനും ഇവരെല്ലാവരും ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗാണ്. അതേപോലെ ഡിഗോക്സിനും വാർഫാരിനും ഒക്കെ നാരോ തെറാപ്യൂട്ടിക്സിലുള്ള ഡ്രഗുകളും കൂടിയാണ്. നോർമൽ റേഞ്ച് ഓഫ് സിറം ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ലെവൽ ഒരു 1.2 എബവ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി ഡാമേജ് സസ്പെക്ട് ചെയ്യണം. അപ്പം 1 താഴെ ആയിരിക്കണം എന്നുള്ളത് ആലോചിക്കുക. ഒരു 0.5 to 1.2 വരെയൊക്കെ നോർമലാ, പ്രോബ്ലം ഇല്ല. അപ്പം 2 to 3 ആണോ? അല്ല. 1.2 to 2.4, 1ന് മേളിലാണ് എന്തായാലും അല്ല. 2.4 to 3.4 mg/dL അല്ലേ അല്ല. സോ ദ ആൻസർ ഈസ് 0.6 to 1.3. ഇതാണ് ആൻസർ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ആദ്യമേ യൂണിറ്റ് എല്ലാം സെയിം ആണോ എന്ന് നോക്കണം. എല്ലാവരുടെയും യൂണിറ്റ് mg/dL ആണ്. നെക്സ്റ്റ്, പെന്റാമിഡിൻ, നെബുപെന്റ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പെന്റാമിഡിൻ എന്ന് പറയുന്ന ഡ്രഗ് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പി കാർണി ന്യൂമോണിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആൻഡ് സെറിബ്രൽ പാൾസി. ആൻഡ് ദിസ് കാർണി ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം ലിത്തൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. യൂഷ്വലി ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള
ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ കാണാറ്. സോ പെൻറ്റാമിഡിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സോ പെൻറ്റാമിഡിൻ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പികാർഡി ന്യൂമോണിയ. ഓക്കെ, next is effective first line agent to treat hyperphosphatemia. Hypo and hyper എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. Hyper means increased, hypo means low. So increased phosphate in the blood, അതിനെയാണ് hyperphosphatemia എന്ന് വിളിക്കുന്നത്. സോ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ഹൈപ്പർഫോസ്ഫറ്റീമിയ ഉണ്ട്. ഈ താഴെയുള്ള ഏജന്റുകളിൽ ആരെ ഉപയോഗിക്കും? അലൂമിനിയം ബേസ്ഡ് ഏജന്റ് ആണോ, കാൽസ്യം ബേസ്ഡ് ഏജന്റ് ആണോ, അലൂമിനിയം ഫ്രീ ഏജന്റ് ആണോ, കാൽസ്യം ഫ്രീ ഏജന്റ് ആണോ? ദ ആൻസർ ഇസ് കാൽസ്യം ബേസ്ഡ് ഏജന്റ്. അലൂമിനിയവും അല്ല, അലൂമിനിയം ഫ്രീ ഏജന്റും അല്ല, കാൽസ്യം ഫ്രീ ഏജന്റ്, കാൽസ്യം ബേസ്ഡ് ഏജന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റാപ്പിഡ് സിവിയർ പെയിൻ ഇൻ ദ ബിഗ് ടോ ഇസ് ദ മോസ്റ്റ് കോമൺ സിംറ്റം. അപ്പം യൂഷ്വലി നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മുടെ പാദം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു സ്വെല്ലിംഗ് പോലെ കാണാൻ പറ്റും. ഇപ്പൊ കൈ ആണ് ഇങ്ങനെയെങ്കിൽ കയ്യിലൊരു സ്വെല്ലിംഗ് പോലെ, ഗ്രോത്ത് പോലെ, നമുക്കിങ്ങനെ തൊടുമ്പോൾ ഒരു കട്ടി പോലെ, സ്വെല്ലിംഗ് പോലെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വെരി സിവിയർ പെയിനോടുകൂടി ബിഗ് ടോ എന്ന് പറയുന്ന സിംറ്റം കാണിക്കുന്ന ഡിസീസ് കണ്ടീഷൻ ഏതാണ്? RA, rheumatoid arthritis, osteoarthritis, gout and osteoporosis. The option is option B, it is gout. Okay. What is gout? It is the accumulation of uric acid and it is mainly decreased by using the agents like febuxostat അല്ലെങ്കിൽ allopurinol അങ്ങനെയുള്ള ഏജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് യൂഷ്വലി ഗൗട്ട് ഉണ്ടാകുന്നത്? യൂറിക് ആസിഡ് പോയിട്ട് ജോയിന്റ്സിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ആൻഡ് ഇഫ് ചില സമയങ്ങളിൽ ഡ്രഗ് ചോദിക്കാം അല്ലാതെയുള്ള റീസൺസ്, ഗൗട്ട് ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസ് ഇപ്പൊ സീ ഫുഡ് ഒക്കെ ഒരുപാട് ഇൻടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഒരു സ്റ്റിമുലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് പോലെയുള്ള ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഗൗട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്തരം ഫുഡുകൾ നമ്മുടെ ഓപ്ഷൻസിൻ്റെ അകത്തുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. The primary site of action of spironolactone is, അപ്പൊ നമ്മുടെ യൂഷ്വലി ഒരു കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ദിസ് ഇസ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണല്ലേ നമ്മുടെ കിഡ്നി പോകുന്നത്. ദിസ് ഇസ് ദ കണ്ടക്ടിങ്, ദിസ് ഇസ് ദ അസെൻഡിങ് ലൂപ്പ്, ദിസ് ഇസ് ദ ഡിസെൻഡിങ് ലൂപ്പ്, ദിസ് ഇസ് ദ കണ്ടക്ടിങ് ആൻഡ് ദിസ് ഇസ് ദ കണ്ടക്ടിങ് ഡക്ട്. ഇതാണ് നമ്മുടെ ഒരു ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇതിൻ്റെ അകത്ത് എവിടെയാണ് സ്പൈർണോലാക്ടോൺ അബ്സോർബ് ചെയ്യുന്നതിന്റെ പ്രൈമറി ആക്ഷൻ എവിടെയാണ്? അസെൻഡിങ് ലൂപ്പിലാണോ, ഡിസെൻഡിങ് ലൂപ്പിലാണോ, പ്രോക്സിമലിലാണോ, അതോ ഡിസ്റ്റൽ കൺവ്ലക്റ്റഡ് ട്യൂബ്യൂൾ ആണോ? ഇത് രണ്ടും കൺവ്ലക്റ്റഡ് ട്യൂബ്യൂൾ ആണ്. അതിന്റെ പ്രോക്സിമലും ഉണ്ട്, ഡിസ്റ്റലും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏത് സൈറ്റിലാണ് സ്പൈർണോലാക്ടോൺ പ്രൈമറി സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ചോദിച്ചാൽ ഇറ്റ് ഈസ് അസെൻഡിങ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ്, ബീറ്റ കാരോട്ടിൻ ഈസ് എ പ്രിക്കോസർ ഓഫ്. ബീറ്റ കാരോട്ടിൻ എന്തിന്റെ പ്രിക്കോസർ ആണ്, അല്ലെങ്കിൽ ഏത് ഏജന്റ് ആണ് അതിന്റെ പ്രൈമറി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്? ടോക്കോഫെറോൾ എന്താണ്? ഇറ്റ് ഈസ് വൈറ്റമിൻ ഇ കേട്ടോ. ദെൻ കാൽസിഫെറോൾ, ബീറ്റ ഇന്റർഫെറോൺ, വൈറ്റമിൻ എ. സോ ബീറ്റ കാരോട്ടിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് വൈറ്റമിൻ എ. In autoimmune hemolytic anemia, which of the following immunoglobulin produce antibodies against the patient's own RBC? അപ്പം ഒരു പേഷ്യന്റിനോട് തന്നെ ഒരു ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്, പേഷ്യന്റിന്റെ ഓൺ RBCയിൽ ആക്ട് ചെയ്തുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാക്കുന്നത് ആരുടെ പ്രൊവോക്കേഷൻ കൊണ്ടാണ്? IgE ആണോ, IgM ആണോ, IgA ആണോ, IgD ആണോ? It is IgM. Next question. The active ingredient of paregoric is. അപ്പം what is paregoric? Paregoric എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡയറിയ. ഓക്കെ, സോ പാരഗോറിക് എന്ന് പറയുന്ന ഏജന്റിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് ക്യാംഫോറേറ്റഡ് ടിങ്ചർ ഓപ്പിയം ആണ്. ഓക്കെ, സോ പാരഗോറിക് എന്ന് പറയുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഏജന്റിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാംഫോറേറ്റഡ് ടിങ്ചർ ഓപ്പിയം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസ് ഡൈസൾഫിറാം ലൈക്ക് ആക്ഷൻ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൽക്കഹോളിൻ്റെ കൂടെ ചേരുമ്പോൾ
ഡൈസൾഫിറാം ലൈക്ക് ഇഫക്റ്റ് തരുന്നത് ആരൊക്കെയാണ്? ഈ 3 ഡ്രഗ്സും തരും. മെട്രോണിഡസോളും ബ്രിസിയോഫുൾവിനും ക്ലോർപ്രോപ്പമൈഡും. എക്സാമ്പിൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. 3 പേരും ഡൈസൾഫിറാം ലൈക്ക് ഇഫക്റ്റ് തരും. ഗ്രിസിയോഫുൾവിനും ക്ലോർപ്രോപ്പമൈഡും then metronidazole. Which of the following insulin has the shortest duration of action? Short duration of action ഉള്ളത് NPH ആണോ, റെഗുലർ ഇൻസുലിൻ ആണോ, ഗ്ലാർജിലിൻ ആണോ, ഗ്ലൂലിസീൻ ആണോ? ആൻസർ ഇസ് ഗ്ലൂലിസീൻ. ഗ്ലൂലിസീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനേ ഉണ്ടാവുള്ളൂ, പക്ഷെ റാപ്പിഡ് ആക്ഷൻ ആയിരിക്കും. ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് പെട്ടെന്ന് തന്നെ ആക്ഷൻ തരാൻ പറ്റും, പക്ഷെ ഒരുപാട് നേരം ഡ്രഗിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവില്ല. സോ റിപ്പീറ്റഡ് ഡ്രഗ് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രഗിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂഷ്വലി ഒരിക്കലും ഇൻസുലിൻ ഒരു സിംഗിൾ ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഇൻസുലിന്റെ കൂടെ ഒരു ലോങ് ആക്ടിങ് ഏജന്റും കൂടെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും ഗ്ലൂലിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. Which of the following beta blocker can be safely used by asthma patients? ആസ്മ പേഷ്യൻസ് യൂസ് ചെയ്യുമ്പോൾ ഏത് ബീറ്റ ബ്ലോക്കർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അസിബ്യൂട്ടലോൾ, കാർറ്റിലോൾ, ബിസോപ്രലോൾ, നഡലോൾ ഒക്കെ എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ അസിബ്യൂട്ടലോൾ ആണ് ആൻസർ. Which of the following statin which will decrease the LDL on absorption with food? Okay, അപ്പൊ നിങ്ങൾക്കറിയാം മിക്കവാറും ഉള്ള എല്ലാ തരത്തിലുള്ള ഇപ്പം HMG കോവൈ റിഡക്ടേസ് ഉള്ള ഡ്രഗ് ആയിക്കോട്ടെ, ഏത് തരപ്പോൾ ഹൈപ്പർ ലിപ്പിഡീമിക് ഏജൻസ് ആയിക്കോട്ടെ, ഇവരെ ഫുഡിന്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ അബ്സോർപ്ഷൻ വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. ഫുഡിന്റെ കൂടെ കഴിക്കുമ്പോൾ അബ്സോർപ്ഷൻ കൂടും. അപ്പൊ നമ്മളുടെ ചോദ്യം LDL കുറയ്ക്കാനായിട്ട് ഈ സ്റ്റാറ്റിനകത്ത് ഏതാണ് ഫുഡിന്റെ കൂടെ കഴിക്കേണ്ടത്? ഇറ്റ് ഈസ് ലോവാസ്റ്റാറ്റിൻ. ഓക്കെ, സിംവാസ്റ്റാറ്റിൻ, പ്രവാസ്റ്റാറ്റിൻ, ലോവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ ഓപ്ഷനിലുണ്ട്. LDL കുറയ്ക്കാനായിട്ട് സ്റ്റാറ്റിന്റെ കൂടെ കഴിക്കേണ്ടത് ലോവാസ്റ്റാറ്റിൻ. When intensive antacid therapy is required, which of the following must not be used? So antacid നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആന്റാസിഡ് ഉപയോഗിക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഏജന്റ് ആണ് സോഡിയം ബൈകാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റും അലൂമിനിയം ഹൈഡ്രോക്സൈഡും ഓപ്ഷനിലുണ്ട്. നമ്മളുടെ ചോദ്യം ആന്റാസിഡ് തെറാപ്പിയിൽ ഉള്ള സമയം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏജന്റ് സോഡിയം ബൈകാർബണേറ്റ്. Drug induced SLE has been associated with. Okay, so SLE എന്ന് പറഞ്ഞ സിസ്റ്റമിക് ലൂപ്പസ് എരിത്രോമാറ്റസ് എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ബട്ടർഫ്ലൈ ലാഷസ് ഉണ്ടാവും. അതായത് കവിളിന്റെ ചീക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബട്ടർഫ്ലൈ റെഡ്നെസ് ഒക്കെ വന്നിട്ട് ബാക്കിയൊക്കെ സിമിലർ ടു ഒരു റൊമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഒക്കെ ഒരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പോലെ കാണുന്ന ഒരു ഡിസീസാണ്. സോ ഈ സിസ്റ്റമിക് ലൂപ്പസ് എരിത്രോമാറ്റസ് ഈ ഹൈഡ്രലസീനും പ്രൊക്കൈനമൈഡും മീഥൈൽഡോപ്പയൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് SLE. Injectable bisphosphonate is used to treat the osteoporosis. So osteoporosis എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സോ ബിസ്ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഓസ്റ്റിയോപോറോസിന് വേണ്ടിയിട്ടാണ്. ബിസ്ഫോസ്ഫോണേറ്റ്സ് അതിന്റെ എക്സാമ്പിൾസ് ആണ് ആലൻഡ്രോനേറ്റ്, ഇബാൻഡ്രോനേറ്റ്, റെസിൻഡ്രോനേറ്റ്, സോളൻഡ്രോണിക് ആസിഡ് ഒക്കെ. പക്ഷെ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ളതാണ്. നോക്കിയാൽ എല്ലാത്തിനും ലാസ്റ്റ് ATE ആണല്ലേ. ഞാൻ നിങ്ങൾക്ക് തിയറി എടുത്തു തന്നപ്പോ പറഞ്ഞിരുന്നു ഇബാൻഡ്രോനേറ്റും റെസിൻഡ്രോനേറ്റും അലൻഡ്രോനേറ്റും ഒക്കെ ഓറലും, സോളൻഡ്രോണിക് എന്തുമായിരുന്നു? IV പ്രിപ്പറേഷനും ആയിരുന്നു. ക്ലാസ് കേട്ട് നോക്കുക കേട്ടോ. What is the common cause of hyperthyroidism? So hyperthyroidismത്തിനുള്ള മേജർ റീസൺ എന്താണ്? സോ ഹഷിമോട്ടോസ് ഡിസീസും നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥിനെ തന്നെയാണ്. വി ആർ ഹാവിംഗ് എ പെയർ ഓഫ് ബട്ടർഫ്ലൈ ലൈക്ക് ഷേപ്ഡ് ഗ്ലാൻഡ് കോൾഡ് ആസ് തൈറോയിഡ്. അതിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ് ഹഷിമോട്ടോ. പക്ഷെ കോമൺ കോസ് ആ ചോദിച്ചിരിക്കുന്നത്. ഹഷിമോട്ടോയിൽ ലോവറും ആകാം, ഹൈപ്പറും ആകാം, ഹൈപ്പോയും ആകാം. തൈറോയിഡ് കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ ഗ്രേവ്സ് ഡിസീസിൽ ഇറ്റ് ഈസ് വെരി എവിഡന്റ് ഹൈപ്പർ തൈറോയിഡ് ആണ് കാണിക്കുന്നത്. അമിയോഡെറോണും ലിത്തിയോ ഒന്നുമല്ല, ഗ്രേവ്സ് ഡിസീസ് ആണ് കോമൺ കോസ്. നെക്സ്റ്റ് propyl thiouracil is associated with the which of the following serious adverse effect? Okay, so propyl thiouracil നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയായിട്ടാണ്?
തൈറോയിഡ് ട്രീറ്റ്മെന്റിലാണ് പ്രൊപ്പൈൽ തയോയുറാസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രൊപ്പൈൽ തയോയുറാസിൽ കൊടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ലിവർ ഫെയിലിയർ. റീനൽ ഫെയിലിയർ അല്ല. റാബ്ഡോമയോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ലീഡ്സ് ടു നെയിൽ പിഗ്മെന്റേഷൻ, നെയിൽ കളറേഷൻ ചേഞ്ച് ആവും. അതേപോലെ റാബ്ഡോമയോസിന്റെ സമയത്ത് പേഷ്യന്റില് ഐസിന് ചെറിയൊരു ബൾജിങ്ങും കാണാൻ പറ്റാറുണ്ട് കേട്ടോ. സോ പ്രൊപ്പൈൽ തയോയുറാസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണാവുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ലിവർ ഫെയിലിയർ. The primary function of semethicone in antacid preparation is to act as flavoring agent ആണോ, സസ്പെൻഡിങ് ഏജന്റ് ആണോ, ആന്റി ഫ്ലറ്റുലന്റ് ഏജന്റ് ആണോ, അഡ്സോർബന്റ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമെത്തിക്കോൺ is an antacid and it is used as a ഫ്ലറ്റുലന്റ് ഏജന്റ്. ഫ്ലറ്റുലന്റ് ഏജന്റ് എന്താ ചെയ്യുന്നത്? ഗ്യാസ് ഒക്കെ എക്സ്പെൽ ചെയ്യാനായിട്ട്, നമ്മുടെ വയറ്റിൽ നിന്നുള്ള ഗ്യാസിനെയൊക്കെ എക്സ്പെൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫ്ലറ്റുലൻസ്. Then hydrochlorothiazide should be avoided with concurrent use of. So hydrochlorothiazide നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഈ പറയുന്ന ഒരു ഏജന്റിന്റെയും കൂടെ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിഗോക്സിൻ, ലിഥിയം, കൊളിസ്ട്രൈറമൈൻ ഇവരുടെ ആരുടെയും കൂടെ നമുക്ക് ഹൈഡ്രോക്ലോറോതൈസൈഡ് കൺകോമിനന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. Then hirsutism is an adverse effect caused by. hirsutism എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത് അല്ലെ. സോ ടാമോക്സിഫൻ, ഈഥൈൽ എസ്ട്രാഡിയോൾ, മിനോക്സിഡിൻ ആൻഡ് മെക്സിലിറ്റിൻ. സോ മിനോക്സിഡിൻ എന്ന് പറയുന്ന ഏജന്റ് ആണ് ഉത്തരം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആയിട്ടാട്ടോ യൂസ് ചെയ്തിരുന്നത്. ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആയിട്ടാണ് മിനോക്സിഡിൽ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന പേഷ്യൻസിനൊക്കെ ഒരു എന്താ പറയാ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റി. അപ്പോൾ ഈ പ്രിപ്പറേഷൻ നമ്മൾ ഈ ആന്റി ഹൈപ്പർടെൻസീവ് കാറ്റഗറി എന്നുള്ളതിൽ നിന്ന് മാറ്റി നമ്മൾ യൂസ് ചെയ്യാറില്ല ഇപ്പൊ മിനോക്സിഡിൽ, കാരണം ഹിർസൂട്ടിസം ഉണ്ടാകും. പകരം നമ്മളിപ്പോ യൂഷ്വലി അലോപീസിയ ഉണ്ടാവുമല്ലോ പേഷ്യൻസിൽ, എന്താ പറയാ റൗണ്ട് ആയിട്ട് ഹെയർ ലോസ് ആയി പോകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് അലോപീസിയ. അപ്പം പേഷ്യൻസ് കൂടുതൽ ഭയങ്കര ഇൻട്രോവേർട്ട് പോലെ ആകുമ്പോൾ അവർക്ക് ഹെയർ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുക എന്നുള്ള കണ്ടീഷൻ എക്സസ് ചെയ്യുന്ന സമയം ആൾക്കാർ മിനോക്സിഡിൽ ഇപ്പോൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാറുണ്ട്. സോ മിനോക്സിഡിൽ 5% എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ 10% എന്നൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മിനോക്സിഡിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആന്റി ഹൈപ്പർടെൻസീവ് ബിഫോർ, പക്ഷെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലിക്വിഡ് പ്രിപ്പറേഷൻ ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് അലോപീസിയ. ഇറ്റ് ഈസ് ഹാവിംഗ് എൻ അഡ്വേഴ്സ് റിയാക്ഷൻ ഓഫ് ഹിർസൂട്ടിസം. അലോപീസിയയും ഹിർസൂട്ടിസവും ചിലപ്പം വരാം, പക്ഷെ ഹിർസൂട്ടിസം അഡ്വേഴ്സ് റിയാക്ഷനും ഉപയോഗിക്കുന്നത് അലോപീസിയയിലുമാണ്. Which of the following is not a side effect of amoxapine? amoxapine ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്ത ഒരു സൈഡ് ഇഫക്റ്റ് ഏതാണ്? ബ്ലഡ് വിഷൻ ഉണ്ടാവും, ഡ്രൈ മൗത്ത് ഉണ്ടാവും, ഡ്രൗസിനെസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡു നോട്ട് ഹാവ് എ സൈഡ് ഇഫക്ട് ഡയറിയ. ഡയറിയ പോലെ നമ്മുടെ GIനെ അഫക്ട് ചെയ്യുന്ന ഒരു സൈഡ് ഇഫക്റ്റ് അമോക്സാപൈൻ കാണിക്കാറില്ല. വേറെ CNSനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈ മൗത്ത്, ഡ്രൗസിനെസ്, ബ്ലഡ് വിഷൻ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഫ്രോസൺ വാക്സിൻസ്. ഫ്രോസൺ വാക്സിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് കോൾഡ് ക്ലൈമറ്റ് അല്ല, അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചറിലല്ല, ഫ്രോസൺ ടെമ്പറേച്ചറിലാണ്. ഫ്രോസൺ ടെമ്പറേച്ചർ ഈ ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇതെല്ലാം പ്ലസ് അല്ലെ, ഒരു ഉത്തരം മാത്രമേ മൈനസിൽ കിടക്കുന്നുള്ളൂ. ആൻഡ് ഫ്രോസൺ എന്ന് പറയുമ്പോഴേ അറിയാം -°C ഉണ്ടാവുക. സോ -50°C to 15°C. Selective estrogen receptor model അല്ലെങ്കിൽ SERM to reduce bone reabsorption അല്ലെങ്കിൽ resorption in osteoporosis. നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ബിസ്ഫോസ്ഫോണേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ബിസ്ഫോസ്ഫോണേറ്റ്സ് ആണ് അല്ലെ. സോ ഈ പറയുന്ന ബിസ്ഫോസ്ഫോണേറ്റിനകത്ത് സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സോ റാലോക്സിഫീൻ ഈസ് ദ ആൻസർ. ബാക്കിയെല്ലാം നമുക്ക് അറിയാം അല്ലെ. സോ സെലോൺട്രോണിക് ആസിഡ് എന്തായിരുന്നു? IV ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ബിസ്ഫോസ്ഫോണേറ്റ് ആയിരുന്നു. Which one of the following drug is more similar to the action of cloxacillin? Antibiotic cloxacillin gram negative agents not active ആണ്. So nafcillin is also the same. So they are used almost similar action ആണ് തരുന്നത്. Ketorolac tromethamine should not be given more than. Ketorolac ഒരു pain relieving agent ആണ്, and it should not be given for more than 5, 7, 9 and 11 days. It should not be given more than 5 days.
Which of the following drug cause bradycardia with concurrent use of digoxin? So tachycardia bradycardia ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ടക്കിക്കാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് അല്ലെ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു കോമ്പിനേഷൻ ഡിഗോക്സിൻ വിത്ത് സം ഓഫ് ദീസ് ഏജന്റ് ഇറ്റ് കോസ് റെഡ്യൂസ്ഡ് ഹാർട്ട് റേറ്റ്. വെരാപ്പമിലാണ്, വെരാപ്പമിലിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കാൽസ്യം ചാനൽ ബ്ലോക്കർ അല്ലെ, വെരാപ്പമിൽ, ഡിറ്റിയാസം, വെരാപ്പമിൽ ഇതൊക്കെ കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ് വിത്ത് ഡിഗോക്സിൻ. നെക്സ്റ്റ് വൺ, സൾഫനമൈഡ് ആക്ട് ബൈ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഓഫ്. അപ്പം സൾഫനമൈഡ് ആക്ട് ചെയ്യുന്നത് പാബയിലാണ്, പാരാ അമിനോ ബെൻസോയിക് ആസിഡിന്റെ കൺവേർഷനിലാണ്. മെയിൻലി പാബയിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഓക്കെ, സോ സൾഫനമൈഡിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് പാബയെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. Then propranolol indicated for the treatment of tachycardia in patients with ഫിയോക്രോമാസൈറ്റോമ. ഫിയോക്രോമാസൈറ്റോമ അഡ്രിനൽ ഗ്ലാൻഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്, ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ഫിയോക്രോമാസൈറ്റോമ. ദെൻ ഏട്രിയൽ ഫ്ലറ്റർ, അഞ്ജൈന ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ചോദ്യം, പ്രൊപ്പനോൾ ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസിലാണ് ടക്കിക്കാർഡിയ ഉണ്ടാക്കുമ്പോൾ ഫിയോക്രോമാസൈറ്റോമയുള്ള പേഷ്യൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രൊപ്പനോൾ ഉപയോഗിക്കുന്നത്. Which of the following antacid may cause ringing in the ear when taken with antacid? So salicylate ഉള്ളത് കൊണ്ട് തന്നെ ഏത് ആന്റാസിഡിന്റെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ഈ റിംഗിങ്, സാലിസിലേറ്റ് കോസ് ചെയ്യുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ്. അപ്പം മഗാൽട്രേറ്റ്, ബിസ്മത്ത് സബ് നൈട്രേറ്റ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് ബിസ്മത്ത് സബ് സാലിസിലേറ്റ്. സോ ഓപ്ഷൻ ഡി, സാലിസിലേറ്റിനാണ് റിംഗിങ് ഇൻ ദ ഇയേഴ്സ് എന്നുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ ഉള്ളത്. Glycoprotein gastric intrinsic factor is required for the absorption of. So ഇത് ഒരു പ്രധാന ചോദ്യമാണ്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഗ്ലൈക്കോപ്രോട്ടീൻ അല്ലെങ്കിൽ ഗാസ്ട്രിക് ഇൻട്രിൻസിക് ഫാക്ടർ വേണ്ടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഏതാണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രം അബ്സോർബ് ചെയ്യുന്ന ഏജന്റ് ഏതാണ് എന്നൊക്കെ ചോദ്യം വരാം. ഫോളിക് ആസിഡും ടോക്കോഫറോളും അസ്കോർബിക് ആസിഡും ഉണ്ടാ, സയനോകൊബാളമൈഡ് ആണ് അതിന് ഉത്തരം. ഫോളിക് ആസിഡും സയനോകോബാളവും തമ്മിൽ തെറ്റിപ്പോവാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഡ്രഗ് ഇൻഡിക്കേറ്റഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ത്രോംബോട്ടിക് സ്ട്രോക്ക്. ത്രോംബോട്ടിക് സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് ഏത് ഏജന്റ് ആണ്? ഫിൽഗ്യാസ്ട്രിം ആണോ, സിലോസ്ട്രസോൾ ആണോ, ഹെപ്പാരിൻ ആണോ, ടിക്ലോഫിഡിൻ ആണോ? ഓപ്ഷൻ ബി ആണ് ഡ്രഗ് യൂസ് ഫോർ. രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ഉണ്ട് അല്ലെ, ഇസ്കീമിക് ആൻഡ് ഹെമറേജിക് സ്ട്രോക്ക്. സോ ത്രോംബോട്ടിക് സ്ട്രോക്കിനകത്ത് ഉപയോഗിക്കുന്നത് ഏത് ഏജന്റ് ആണ്? ടിക്ലോഫിഡിൻ. Next one, which of the following NSAID is a prodrug? Indomethacin, naproxen, pyroxicam and diflunisal. So diflunisal ആണ് NSAID നമുക്കൊരു പ്രോഡ്രഗ് ആയിരിക്കും. എന്താ പ്രോഡ്രഗ്? ആ പ്രോഡ്രഗ് ബോഡിയിൽ എത്തിയാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, ഒരു ആക്റ്റീവ് ഫോം ആയിട്ട് കൺവേർട്ട് ആയിട്ട് ഒരു ആക്ടിവിറ്റി നമുക്ക് തരുള്ളൂ. അപ്പൊ അതിനു മുമ്പ് വരെ പ്രോഡ്രഗ് എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരു ഏജന്റ് ആയിരിക്കും. നമ്മളിപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് മോയിറ്റീസ് എടുത്താൽ എ ഡ്രഗും ബി എന്ന് പറയുന്ന അതിന്റെ കാരിയറുമായിട്ടായിരിക്കും. സോ കാരിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പ്രോഡ്രഗ് ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ കാരിയർ പ്രോഡ്രഗിനെ ബോഡിയിൽ വിട്ടുകൊണ്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ആയിട്ട് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയിട്ട് പോകും. സോ ബോഡിയിൽ എത്തുന്നത് വരെ നമ്മുടെ ഡ്രഗ് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും കാണിക്കില്ല. കാരിയറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന സമയം മുതലായിരിക്കും പ്രോഡ്രഗ് ആക്റ്റീവായി തുടങ്ങുന്നത്. Then which of the following drug is also known as inodilator? Dobutamine ആണോ, ഡിഗോക്സിൻ ആണോ, മിൽറിനോൺ ആണോ, അതോ ഡിജിറ്റോക്സിൻ ആണോ? സോ ഇനോഡയലേറ്റർ എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് മിൽറിനോൺ. ഓക്കെ. Which of the following is known as Bright's disease? Bright's disease എന്നറിയപ്പെടുന്ന എന്താണ്? സിക്കിൾ സെൽ അനീമിയ, പ്ലാസ്റ്റിക് അനീമിയ, ഗ്ലോമുലാർ നെഫ്രൈറ്റിസ്, ഇൻഡസ്ട്രിയൽ നെഫ്രൈറ്റിസ്. അപ്പം രണ്ട് തരത്തിലുള്ള അനീമിയയും കാണാം, രണ്ട് തരത്തിലുള്ള നെഫ്രോൺ ഡിസീസും കാണാം. ബ്രൈറ്റ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം സിക്കിൾ സെൽ അനീമിയ ആവാം. കാരണം സിക്കിൾ സെൽ അനീമിയയുടെ പ്രത്യേകത എന്താ? RBC ഒരു സിക്കിൾ പോലെ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിരിക്കും. സോ അപ്ലാസ്റ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, ഗ്ലോമുറുലർ നെഫ്രൈറ്റിസ്, നെഫ്രൈറ്റിസിലെല്ലാം സ്വെല്ലിംഗ് ഉണ്ടാകുന്ന ഗ്ലോമുറുലസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻഡസ്ട്രിയൽ നെഫ്രൈറ്റിസം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നെഫ്രോപ്പത്തിക് ഡിസീസ്. സോ ബ്രൈറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഗ്ലോമുറുലർ നെഫ്രൈറ്റിസ് ആണ്. Which of the following drug on concurrent use with digoxin increase the serum concentration? So
ഈ താഴെ പറയുന്ന ഏജന്റിൽ ഡിഗോക്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡിഗോക്സിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ ഓൾറെഡി അറിയാം ഡിഗോക്സിൻ എന്ന് പറയുന്നത് ഒരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ് ആണ് അല്ലെ. അപ്പം ഒരു ലിമിറ്റിൽ താഴേക്ക് പോയാൽ അതിന് ആക്ഷൻ ഉണ്ടാവില്ല, ഒരു ലിമിറ്റിന് മുകളിലേക്ക് പോയാൽ അതിന്റെ ആക്ഷന് പകരം ടോക്സിറ്റി ആവും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഓൺ കൺകറന്റ് യൂസ് വിത്ത് ഡിഗോക്സിൻ ഇൻക്രീസ് സെറം കോൺസെൻട്രേഷൻ? ക്വിനിഡിൻ, ക്വിനൈൻ, അമിയോഡറോൺ. അപ്പം ഇതിന്റെ അകത്ത് ഏതാണ്? ഓൾ ഓഫ് ദ അബവ്. ഇവരെല്ലാവരും അതിന് ഉത്തരമാണ്. Then, which of the following has the longest duration of action among these beta blockers? Beta blockers പേരൊക്കെ നോക്കി വെച്ചോളാം. ഇസ്മലോള്, നടലോള്, മെറ്റോപ്രലോള് and ബോപ്പിൻഡലോൾ. So the answer is ബോപ്പിൻഡലോൾ. Okay. Which of the following contributes to drug intoxication in geriatric patients? So ഡ്രഗിന്റെ ടോക്സിറ്റി അല്ല, ഡ്രഗിനെ നിർവികാരമാക്കാൻ, നിർജീവ്യമാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ജീറിയാട്രിക് പോപ്പുലേഷൻ, അതായത് പ്രായമായ ആളുകളിൽ കേട്ടോ. pH ഓഫ് ദ GI ട്രാക്ട് കൂട്ടുക, റീനൽ ഫങ്ഷൻ കുറയുക, സെറം ആൽബുമിൻ ഡിക്രീസ് ചെയ്യുക. അപ്പം സെറം ആൽബുമിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ബൗണ്ടിങ് നടക്കത്തില്ല, പ്രോട്ടീൻ ബൗണ്ടിങ് നടക്കണ്ടേ, ബൗണ്ടിങ് കുറയും. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രിബ്യൂട്ട് ടു ഡ്രഗ് ഇൻടോക്സിക്കേഷൻ? ഡ്രഗിന് ഒരു ഇഫക്റ്റും ഇല്ല ബോഡിയിലേക്ക്, അത് അൺവാണ്ടഡ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് ഓൾ. pH കുറയ്ക്കുക, റീനൽ ഫങ്ഷൻ കുറയുക, ആൽബുമിൻ ലെവൽ കുറയുക. In which of the following conditions excessive lactic acid is found in the blood? So lactic acid bloodil വരുമ്പോൾ lactic acidosis ഉണ്ടാവും. അതിൽ ഏത് കണ്ടീഷൻ ആണ് ലാക്ടിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകാവുന്നതെന്നാണ് ചോദ്യം. ആസിഡോസിസ് ഉണ്ടാവാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഇതെല്ലാം അതിന്റെ ഉത്തരമാണ്. ഓക്കെ. സിൻകോണിസം ഈസ് an adverse effect associated. So സിൻകോണ നമുക്ക് കിട്ടുന്നതാണ് ക്വിനിഡീൻ അല്ലെ. ക്വിനിഡീൻ എന്ന് പറയുന്ന ഏജന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് സിൻകോണിസം. ഓക്കെ, സിൻകോണയിൽ നിന്ന് കിട്ടുന്നതാണ് ക്വിനിഡീൻ. സോ അതുണ്ടാക്കുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് ഈസ് സിൻകോണിസം. Which of the following is the major side effect of സിപ്രാസിഡോൺ? സിപ്രാസിഡോൺ ഏത് മേജർ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. സോ അരിത്മിയ, എഡീമ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് സീഷർ. സോ സിപ്രാസിഡോൺ കോസ് ചെയ്യാവുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് സീഷർ. ആൻഡ് എലിവേറ്റഡ് ലെവൽ ഓഫ് ബൺ. ഓക്കെ, സോ ബ്ലഡിലുള്ള ഒരു യൂറിക് ആസിഡ് അല്ലെങ്കിൽ യൂറിയയുടെ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ആണ്. സോ ആ ഒരു എലിവേറ്റഡ് ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നത് അക്യൂട്ട് നെഫ്രൈറ്റിസിന്റെ കേസിൽ, കാർഡിയാക് ഫെയിലിയറിന്റെ കേസിൽ, മെറ്റാലിക് പോയിസൺ സമയത്ത്, ഈ സമയത്തൊക്കെ നമുക്ക് ഒരു എലിവേറ്റഡ് ലെവൽ ഓഫ് blood urea nitrogen കാണാൻ പറ്റും. Then galactosemia is defined when serum concentration of galactose is greater than. So galactose-ന്റെ ഒരു ലെവല് കൂടുമ്പോൾ ഗാലക്ടോസീമിയ ഉണ്ടാകും. എത്ര ലെവൽ കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത്? 4.5 mg% കൂടുമ്പോഴാണ്. Then lactulose എന്തിന്റെ ട്രീറ്റ്മെന്റിലാണ് ഉപയോഗിക്കുന്നത്? ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രിക് അൾസർ, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ലാക്ടുലോസ് അറിയില്ലേ, നമ്മൾ യൂഷ്വലി പൗഡറിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, അവൈലബിൾ ആണ് ലാക്ടിക് ഫൈബർ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പൗഡർ എന്ത് ചെയ്യും? 1 glass of water മിക്സ് ചെയ്തിട്ട് ഇൻടേക്ക് ചെയ്യും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് കോൺസ്റ്റിപ്പേഷൻ. Then which of the following beta blockers block both alpha and beta blockers? So alpha and beta classification വരുന്ന ആരാണ്? ലെബറ്റലോൾ, ഇസ്മലോള്, മെറ്റാപ്രലോള്, പിൻഡലോള്. ലെബറ്റലോൾ ആണ് ആൽഫ ആൻഡ് ബീറ്റ ബ്ലോക്ക്. Which of the following beta blocker is indicated for the treatment of glaucoma? ഒരു സംശയം വേണ്ട, ടിമലോൾ ആണ് നമ്മൾ ഐയിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. The normal therapeutic serum concentration of phenytoin. Phenytoin നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1 to 2 gram ആണോ, 10 to 20 microgram per ml ആണോ, 20 to 30 microgram per ml ആണോ, 30 to 40 microgram per ml ആണോ? ഇത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡോസ് അല്ല, ബ്ലഡിൽ എത്തേണ്ട കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ നോർമൽ തെറാപ്യൂട്ടിക് സെറം കോൺസെൻട്രേഷൻ 10 മുതൽ 20 മൈക്രോഗ്രാം പെർ ml. സിംവാസ്റ്റാറ്റിൻ എന്തിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സാന്റൈൻ ഓക്സിഡിൻ, അസറ്റൈൽ കോളിനെസ്റ്ററേസ്, HMG CoA reductase and lipase. The answer is HMG CoA reductase inhibitor ആണ് simvastatin. Then
the first side of digoxin toxicity in infant. അപ്പം അനോറക്സിയ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, ബ്രാഡിക്കാർഡിയ ഉണ്ട്, സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ട്. അപ്പം ഡിഗോക്സിൻ നമുക്കറിയാം, ഡിഗോക്സിൻ ഒരു കാർഡിയാക് സ്റ്റിമുലന്റ് ആണ് അല്ലെ. അപ്പം ഇൻ കേസ് ഇപ്പൊ കാർഡിയാക് ഫെയിലിയർ ഒക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ ഡിഗോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ പേഷ്യൻസിൽ എന്താ ഉണ്ടാവേണ്ടത്? ഹാർട്ട് റേറ്റ് കൂടുകയാണ് വേണ്ടത്. പക്ഷെ ഡിഗോക്സിൻ ടോക്സിറ്റി വരുമ്പോൾ ഇൻഫന്റിൽ ഹാർട്ട് റേറ്റ് കൂടുക അല്ല ചെയ്യുന്നത്, ഇറ്റ് ലീഡ്സ് ടു ബ്രാഡിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകും, ഡിക്രീസ് ചെയ്യും. Next one, valproic acid act by inhibit the increased concentration of valproic acid എന്ന് പറയുന്ന ഏജന്റ് എന്ത് കൂട്ടിക്കൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്? ഗാബ എന്താണ്? ഗാബ is gamma aminobutyric acid അല്ലെ. ഇറ്റ് ഈസ് എൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഗാബയിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? വാൽപ്രോയിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ക്ലോണിഡീൻ. ആൽഫ 1 അന്റഗോണിസ്റ്റ് ആണോ, ബീറ്റ 2 അന്റഗോണിസ്റ്റ് ആണോ, ആൽഫ 2 അഗോണിസ്റ്റ് ആണോ, ബീറ്റ 2 അഗോണിസ്റ്റ് ആണോ? എനിവേ ക്ലോണിഡീൻ ആന്റി ഹൈപ്പർടെൻസീവ് ആണ്, അഗോണിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അത് ആൽഫ 2 അഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. താങ്ക് യു.